മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. ആധാരമെഴുത്ത് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം നടന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർഷിപ്പിന്റെ ഫീസ് അതിന്റെ ഇതൊക്കെ കൊടുക്കേണ്ട ബാധ്യത അവർക്ക് ആണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ. പിന്നെ നമ്മളുടെ ഒരു പ്രസ്ഥാനം നടക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ലിഖിത നിയമങ്ങളല്ലാതെ തന്നെ നമ്മൾ പൊതുയോഗത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് എല്ലാ മെമ്പർമാരും ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ആരും ഒഴിവാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ പൊതുയോഗ തീരുമാനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടി ഓരോരോ മെമ്പർമാരും അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ജില്ലാ വൈസ് പ്രസിഡന്റ് കൊച്ചു മാത്യു ആധാരം എഴുത്തുകാർ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംഘടന ആധാരം എഴുത്ത് മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ജില്ലകളിൽ യൂണിറ്റ് തലത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന തലത്തിലുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സംസ്ഥാനത്ത് മൊത്തം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് AKD എന്ന് പറയുന്ന അത് 96/77 എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ അന്ന് തുടങ്ങി അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് കയറി വന്ന ഒരാളൊന്നല്ല. അതുകൊണ്ട് തന്നെ ഈ കൊടുങ്ങല്ലൂർ യൂണിറ്റ് എന്ന് പറയുന്ന എൻ്റെ രക്തത്തിൽ അരിഞ്ഞേർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഞാൻ അതിൻ്റെ ഭാഗമാക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്തുണ്ടായ സംഭവങ്ങളാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ പല ജില്ലകളിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചർച്ചയിൽ വന്ന ഒരു വിഷയം കൂടി പറയേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ യൂണിറ്റിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ജില്ലാ സെക്രട്ടറി തോമസ് വടക്കൻ, TH അഷ്കർ, ജില്ലാ കമ്മിറ്റി മെമ്പർ TP ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സിനീഷ് പുന്നക്കുഴി, ജില്ലാ വനിതാ കൺവീനർ സബിത, ലാലാബോസ്, PK ഷാജി, MS സുകുമാരൻ, MH സിജിത്ത് എന്നിവർ സംസാരിച്ചു. PK റോസി സിനിമ പുരസ്കാരത്തിന് അർഹനായ പ്രശാന്ത് ഈഴവനെ ചടങ്ങിൽ ആദരിച്ചു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ? അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ല. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗന്റ് ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം. അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.